ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രതീക്ഷകളോടെയാണ് BJP തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഇത്തവണ BJP കാര്യമായ തോതിൽ സീറ്റ് നേടുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെയൊക്കെ പ്രവചനം. എന്തു തന്നെയായാലും BJP ഇത്തവണ വനിതകൾക്കും പട്ടികജാതി പട്ടികവർഗക്കാർക്കും നല്ല പ്രാതിനിധ്യമാണ് നൽകിയിരിക്കുന്നത്. പട്ടികജാതി പട്ടികവർഗ സംവരണ സീറ്റുകളിൽ തന്നെ പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാരാണ് മത്സരിക്കുന്നത്. അവരിൽ പലർക്കും ജയസാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇത്തവണത്തെ ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഇത്തവണ BJP ജയിച്ചു വരുന്ന സ്ഥാനാർത്ഥികളിൽ നല്ലൊരു വിഭാഗം വനിതകളായിരിക്കും. അതേപോലെ തന്നെ നല്ലൊരു വിഭാഗം പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകളായിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. BJPയുടെ പ്രമുഖ നേതാവ്, മുമ്പ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ഇപ്പോൾ വൈസ് പ്രസിഡന്റുമായ P. സുധീറാണ് ആറ്റിങ്ങലിൽ നിന്ന് മത്സരിക്കുന്നത്. ആറ്റിങ്ങൽ BJPക്ക് വളരെയധികം വിജയസാധ്യത കൽപ്പിക്കപ്പെടുന്ന ഒരു മണ്ഡലമാണ്. കഴിഞ്ഞ തവണയും അതിനു മുമ്പത്തെ തവണയും BJP രണ്ടാം സ്ഥാനത്ത് വന്നാണ് ആറ്റിങ്ങൽ. അതേപോലെ ഇത്തവണ ആറ്റിങ്ങൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ നിയമസഭാ മണ്ഡലത്തിൽ BJPയുടെ V. മുരളീധരൻ ഒന്നാം സ്ഥാനത്ത് വന്ന മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ ആറ്റിങ്ങൽ BJP വളരെയധികം സാധ്യത കൽപ്പിക്കുന്നുണ്ട്. P. സുധീറാണ് ആറ്റിങ്ങൽ സംവരണ മണ്ഡലത്തിൽ മത്സരിക്കുന്നത്. അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയിലെ മറ്റൊരു സംവരണ മണ്ഡലമായ ചിറയൻകീഴിൽ ഇവിടെ നേരത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന BS അനൂപാണ് ചിറയൻകീഴിൽ മത്സരിക്കുന്നത്. തൊട്ടുമുമ്പ് തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ തിരുവനന്തപുരത്തെ ഡെപ്യൂട്ടി മേയറായ ആശാനാഥ് വൻതോതിൽ വോട്ട് വാരിക്കൂട്ടിയ മണ്ഡലമാണ്. ഇവിടെയും BJP BJPക്ക് സാധ്യത കൽപ്പിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 2 സീറ്റിലെങ്കിലും BJP ഈ 2 പട്ടികജാതി സംവരണ സീറ്റിലും BJPക്ക് ജയിക്കാനുള്ള സാധ്യത ഏറെയാണ്. അതേപോലെ കൊല്ലം ജില്ലയിലെ പട്ടികജാതി സംവരണ സീറ്റായ കുന്നത്തൂരിലും BJP നേതാവ് രാജീവ് പ്രസാദ് പ്രമുഖയായ നേതാവിനെ തന്നെയാണ് BJP ഇവിടെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. രാജീവ് പ്രസാദിനും വലിയ സാധ്യതയാണ് കൽപ്പിക്കപ്പെടുന്നത്. അടൂരിൽ BJPയുടെ പ്രമുഖനായ നേതാവ് പന്തളം സുധാകരന്റെ സഹോദരൻ കൂടിയാണ് അദ്ദേഹം. കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നു. ഇത്തവണയും അദ്ദേഹം അടൂരിൽ നിന്ന് മത്സരിക്കുന്നു. അടൂർ BJPക്ക് പത്തനംതിട്ടയിലെ 5 സീറ്റുകളും BJPക്ക് കാര്യമായ സ്വാധീനമുള്ള സീറ്റുകളാണ്. പന്തളം മുനിസിപ്പാലിറ്റി BJP നേരത്തെ അധികാരം പങ്കിട്ടിരുന്നതാണ്. അതുകൊണ്ട് തന്നെ അടൂരിൽ BJPക്ക് വലിയ സാധ്യതയാണ് കൽപ്പിക്കപ്പെടുന്നത്. മാവേലിക്കരയിലും BJP ശക്തനായ സ്ഥാനാർത്ഥിയാണ് മത്സരിപ്പിച്ചിരിക്കുന്നത്. മാവേലിക്കര സംവരണ മണ്ഡലവും BJPയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സ്വാധീനമുള്ള മണ്ഡലമാണ്. അതേപോലെ BJP ഏറ്റവും അധികം BJP സഖ്യം പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത് എറണാകുളം ജില്ലയിലെ കുന്നത്തുനാട്ടിലാണ്. ഇവിടെ 2020യുടെ സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത്. ഇവിടെയും സംവരണ സീറ്റാണ്. ഇവിടെയും BJPക്ക് വലിയ സാധ്യതയാണ് കൽപ്പിക്കപ്പെടുന്നത്. ദേവികുളത്ത് CPM MLA മുൻ MLA S. രാജേന്ദ്രനാണ് CPM-ൽ നിന്ന് രാജിവെച്ച് BJP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. തൻ്റെ സ്വന്തം മണ്ഡലത്തിൽ അദ്ദേഹം വിജയപ്രതീക്ഷ വെച്ച് പുലർത്തുകയാണ്. രാജേന്ദ്രൻ ജയിക്കുകയാണെങ്കിൽ BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു പട്ടികജാതി MLA കൂടി BJPയുടെ പട്ടികയിലേക്ക് വരും. വൈക്കത്തും നേരത്തെ MLA ആയിരുന്ന പലതവണ CPയുടെ MLA ആയിരുന്ന അജിത്താണ് BJP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. വൈക്കം സംവരണ സീറ്റിൽ ഇവിടെയും BJPയുടെ സാധ്യത വളരെയധികം ഉണ്ട്. കാരണം 2 തവണ MLA എന്ന നിലയിൽ അജിത്തിന് വലിയ സ്വാധീനമാണുള്ളത്. അതോടൊപ്പം തന്നെ BJPയുടെ സംഘടനാ ശക്തി കൂടിയാവുന്ന സമയത്ത് വൈക്കത്ത് അജിത്തിന് ജയിച്ചു വരാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ ചേലക്കരയിൽ ഗംഭീരമായ പ്രകടനമാണ് ബാലകൃഷ്ണൻ നടത്തിയത്. ബാലകൃഷ്ണൻ തന്നെയാണ് ഇത്തവണയും BJPയുടെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയിരിക്കുന്നത്. BJP കാര്യമായ മത്സരം കാഴ്ചവെക്കുന്ന മറ്റൊരു മണ്ഡലം നാട്ടികയാണ്. അവിടെയും സിറ്റിംഗ് MLA CPI നേതാവ് CC മുകുന്ദനാണ് BJP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ സുരേഷ് ഗോപി വിജയിച്ച സമയത്ത് നാട്ടികയിലും അദ്ദേഹത്തിന് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നാട്ടികയെ BJPക്ക് ജയിക്കാൻ സാധ്യതയുണ്ടെന്ന് കൽപ്പിക്കപ്പെടുന്ന ഒരു മണ്ഡലമാണ്. CC മുകുന്ദൻ CPI നേതാവെന്ന നിലയിലും അവിടുത്തെ സിറ്റിംഗ് MLA നിലയിലും നല്ല സ്വാധീനമുള്ള ആളാണ്. അദ്ദേഹം ഈ അടുത്ത തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് CPIയിൽ നിന്ന് രാജിവെച്ചിട്ട് BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് രംഗത്ത് വരുന്നത്. പാലക്കാട് ജില്ലയിലെ സംവരണ മണ്ഡലമായ കോങ്ങാട്ട് BJP സംസ്ഥാന സെക്രട്ടറി രേണു സുരേഷിനെയാണ് മത്സരരംഗത്തിറക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ പാലക്കാട്ടെ തരൂരിൽ സുരേഷ് ബാബുവാണ് BJP സ്ഥാനാർത്ഥി. കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരിയിലും പ്രമുഖനായ നേതാവ് CP സതീഷിനെയാണ് BJP സ്ഥാനാർത്ഥിയായിട്ട് സംവരണ സീറ്റിൽ സ്ഥാനാർത്ഥിയായി നിർത്തിയിരിക്കുന്നത്. എല്ലാ ആളുകൾക്കും വിജയസാധ്യത ഇല്ലെങ്കിൽ പോലും BJP ജയിച്ചു വരുന്ന ഏതാണ്ട് 2 അക്ക സംഖ്യയിൽ BJP ജയിക്കുമെന്നാണ് പാർട്ടിയുടെ നേതൃത്വം അവകാശപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ തന്നെ അതിൽ നല്ലൊരു ശതമാനം പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകളായിരിക്കും എന്ന് ഉറപ്പാണ്. അതേപോലെ തന്നെ സ്ത്രീകൾക്കും ഇത്തവണ BJP കാര്യമായ പ്രാതിനിധ്യം കൊടുത്തിട്ടുണ്ട്.
കാസർഗോഡിലെ ML അശ്വിനി, അതേപോലെ തന്നെ കോഴിക്കോട് നോർത്തിൽ മത്സരിക്കുന്ന ദിവ്യ ഹരിദാസ്, തൃശ്ശൂരിൽ മത്സരിക്കുന്ന BJP സ്ഥാനാർത്ഥിയും കരുണാകരന്റെ മകളുമായ പത്മജ, തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിൽ മത്സരിക്കുന്ന മുൻ DGP ശ്രീലേഖ. വിജയ സാധ്യതയുള്ള പല പ്രമുഖരായ സ്ഥാനാർത്ഥികളും സ്ത്രീകളാണെന്നുള്ള പ്രത്യേകതയുണ്ട്. കാസർഗോഡ് ജില്ലാ പ്രസിഡന്റിലൂടെ ML അശ്വിനിക്ക് വലിയ ജയസാധ്യതയാണ് കൽപ്പിക്കപ്പെടുന്നത്. അതേപോലെ തന്നെ കോഴിക്കോട് നോർത്തിൽ ജയസാധ്യത കൽപ്പിക്കപ്പെടുന്ന BJP സ്ഥാനാർത്ഥി നവ്യ ഹരിദാസ് നേരത്തെ പാർലമെന്റിലേക്കൊക്കെ അവർ മത്സരിച്ചിരുന്നു. അതിനു മുമ്പ് കോഴിക്കോട് സൗത്തിൽ നിയമസഭയിലേക്ക് മത്സരിച്ചിരുന്നു. ദിവ്യ ഹരിദാസിന് വലിയ വിജയ സാധ്യതയാണ് കൽപ്പിക്കപ്പെടുന്നത്. അതേപോലെ തന്നെ വർക്കലയിലും BJP വനിതാ സ്ഥാനാർത്ഥിയാണ് നിർത്തിയിരിക്കുന്നത്. തൃപ്പൂണിത്തുറയിൽ 2020 സ്ഥാനാർത്ഥിയും വനിതയാണ്. അങ്ങനെ വനിതകൾക്ക് കാര്യമായ പ്രാതിനിധ്യം ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ BJP പലയിടത്തും വനിതാ സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നത്. BJPയുടെ ഏറ്റവും പ്രമുഖയായ വനിതാ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ പാലക്കാട്. ശോഭാ സുരേന്ദ്രനും നല്ല ജയസാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ 2 അക്ക സീറ്റിൽ BJP ജയിച്ചു വരികയാണെങ്കിൽ അതിലൊരു നല്ലൊരു ശതമാനം വനിതകളായിരിക്കും. അതോടൊപ്പം തന്നെ നല്ലൊരു ശതമാനം പട്ടികജാതിക്കാരായിരിക്കും എന്നുള്ള പ്രത്യേകത കൂടി ഇത്തവണയാണ്.